നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തോട്ടപ്പള്ളിയിൽ തനിച്ചു താമസിച്ചിരുന്ന 62കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്ത്രീയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. ശനിയാഴ്ചയാണ് തൃക്കുന്നപ്പുഴ മുട്ടേക്കാട്ടിൽ സൈനുലാബ്ദിനെയും ഭാര്യ അനീഷയെയും പിടികൂടിയത്. ഇയാൾ മുൻപ് 62കാരിയുടെ വീടിന് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്നു. വീടിന്റെ വാടക ഇവരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. വാടക കൃത്യമായി നൽകാത്തതിനാൽ തന്നെയും അനീഷയെയും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയിരുന്നുവെന്നും ഇതിൽ തനിക്ക് അവരോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നെന്നുമാണ് സൈനുലാബ്ദീന്റെ മൊഴി. എന്നാൽ ഇത് കൊലപാതകത്തിന് കാരണമായെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടില്ല. കാര്യമായ വരുമാനമൊന്നുമില്ലാത്ത സൈനുലാബ്ദീൻ നിലവിൽ മീൻ കച്ചവടം തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി പണത്തിന് വേണ്ടിയായിരിക്കാം മോഷണത്തിനെത്തിയതെന്നാണ് കരുതുന്നതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട സ്ത്രീയുമായി ഇരുവർക്കും നല്ല അടുപ്പമുണ്ടായിരുന്നു. ഒരിക്കൽ ഇവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോൾ അനീഷയായിരുന്നു കൂടെയുണ്ടായിരുന്നത്. അതുകൊണ്ടാകണം തങ്ങളെ തിരിച്ചറിയുമെന്നതിനാൽ ദമ്പതിമാർ സ്ത്രീയെ കൊന്നതെന്നും പോലീസ് പറയുന്നു. സ്ത്രീയുടെ മൊബൈൽ ഫോണും കമ്മലും അലമാരയിലുണ്ടായിരുന്ന പണവും ദമ്പതിമാർ മോഷ്ടിച്ചിട്ടുണ്ട്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വള കൊണ്ടുപോയിട്ടില്ല. കൈ ചുരുട്ടിപ്പിടിച്ച നിലയിലായതിനാലായിരിക്കാം ഊരാനാകാതിരുന്നത്. അലമാരയിൽ നിന്ന് പണം ലഭിച്ചതിനാൽ വേണ്ടെന്ന് വെച്ചതുമാകാം. സ്ത്രീയുടെ വീട്ടിലെ മുറിയിൽ നിന്ന് പുരുഷന്മാരുടെ 20ലേറെ മുടികൾ ലഭിച്ചിട്ടുണ്ട്. ഒരു മദ്യക്കുപ്പിയും ലഭിച്ചിരുന്നു. ഇതിലെ QR കോഡ് പരിശോധിച്ചപ്പോൾ തൃക്കുന്നപ്പുഴയിലെ ഒരു ബിവറേജസിൽ നിന്നാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അനീഷയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അനീഷ ആശുപത്രിയിൽ തന്നെ തുടരേണ്ട സാഹചര്യമുണ്ടായാൽ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിലാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് പറയുന്നത്.